അപ്പോൾ സലീമും കലാഭവനിൽ നിന്നല്ലേ വന്നത്? അതെ, കലാഭവനിൽ ആരാ കൊണ്ടുവന്നത് സലീമിനെ? കലാഭവനിൽ KS പ്രസാദ്. കലാഭവൻ എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാപനമല്ലേ? എത്ര പേരാണ്? അങ്ങനെ പുറകെ വന്നവരൊക്കെ എല്ലാവരും രക്ഷപ്പെട്ടു. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിട്ട് രക്ഷപ്പെട്ട ഒരു ഐശ്വര്യമുള്ള ഒരു സ്ഥാപനമാണ് കലാഭവനിൽ. കലാഭവനിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 2 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അബിയുടെ ട്രൂപ്പ്, അങ്ങനെ കുറേ ട്രൂപ്പിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങി. അതും കലാഭവൻ തന്നെയാണ്? അല്ല, അങ്ങനെ ഇടാൻ പറ്റില്ല. കലാഭവൻ എന്ന് ഇടാൻ പറ്റില്ല. എന്തായിരുന്നു ട്രൂപ്പിന്റെ? കൊച്ചി സ്റ്റാലിയൻസ് എന്നായിരുന്നു ആ ട്രൂപ്പിന്റെ പേര്. സ്റ്റാലിയൻസ്. അതെ. അപ്പോൾ നമ്മൾ മിമിക്രി വന്നതിന്റെ പേരിൽ നമുക്ക് ആ കലാകാരന്മാരുള്ള ബന്ധം മുറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സിനിമയിൽ വന്നതിന് ശേഷമാണ് തുടങ്ങി. ആ സിനിമയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്തു വന്നൊരു പ്രവൃത്തി ഇങ്ങനെ ചെയ്തു. അല്ലാതെ അവിടെ ഔട്ടായാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടല്ല. അതും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ന് ട്രൂപ്പ് ഓടിങ്ങി അന്നോടിങ്ങി തിരക്കോട് തിരക്കാണ്. ദൈവത്തിന് മനസ്സിലായി ഇവന് അങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടി കുഴപ്പക്കാരനാണെന്ന് ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട്. സ്റ്റാലിയൻസിൽ ആദ്യത്തെ വർഷം അങ്ങനെ ഫേമസ് ആയ ആരും ഉണ്ടായില്ല. പുതുമുഖങ്ങള്, കംപ്ലീറ്റ് പുതുമുഖങ്ങള്. ഞാൻ സെലക്ട് ചെയ്തു പത്രത്തിലൂടെ പരസ്യം കൊടുത്ത് പുതുമുഖങ്ങൾ ആവശ്യമുള്ളവർ വന്നു. നല്ല ആവശ്യമുള്ളവരെന്ന് വെച്ചാല് പറവൂർത്ത ഞാൻ ഹോട്ടലിൽ നിറയെ മ്യൂക്രിക്കാരായിരുന്നു. പ്രളയമല്ലോ, സുനാമി ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ഓരോരുത്തരെ ഞാൻ ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളിക്കുമ്പോൾ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കൂടുതൽ നമ്മൾ പിന്നെ കോമഡി ചെയ്യുന്ന ആളുകളും. അപ്പോൾ ഈ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ വന്നതൊരു 100 പേരുണ്ടെങ്കിൽ 90 പേരും തൊണ്ടക്ക് നല്ല സുഖമില്ല. അതെന്താ നിനക്ക് എല്ലാവർക്കും തൊണ്ടൊക്കെ സുഖം. ഒരു 10-25 പേരെ ഞാൻ പറഞ്ഞു, ഞാനിത് ഇന്റർവ്യൂ ആയിരിക്കുകയാണ്, ഞാനൊരു ENT സ്പെഷ്യലിസ്റ്റ് അല്ല, വന്നൊരുക്ക് തൊണ്ടൊക്കെ സുഖമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തൊണ്ടൊക്കെ അസുഖമില്ലാത്തൊരുത്തം വന്നു. അവൻ ഈ കകാരം എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഒക്കെ എടുത്ത് ഒരു മെലിഞ്ഞിട്ട് വണ്ണം കുറഞ്ഞിട്ട് സ്മെല്ലിച്ചിട്ട് ഒരുത്തൻ വന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ മണിക്കുട്ടൻ എന്ന് പറഞ്ഞു. മണിക്കുട്ടനോട് എങ്ങനെ വെച്ചാൽ മണിക്കുട്ടൻ പറഞ്ഞ് ഉക്കനായിട്ടെന്ന് പറഞ്ഞു. നിധിയാണ്. അതെ, ഈ മന്നയാണ് ഇവൻ. ഇവനെ എടുത്തു. അപ്പോൾ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇവൻ മണിക്കുട്ടനാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ. ഇവൻ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് മണിക്കുട്ടനെ സ്വാധീനിച്ച് എന്തൊക്കെയായിരിക്കാം വരാവുന്നതെന്ന് ഈ മണിക്കുട്ടനെ ചോദിച്ചിട്ട് ആണ് ഇവിടെ വന്ന് കയറിയത്. അങ്ങനെ തന്നെ പറ്റിച്ചിട്ട് ആണ് ഒരുത്തൻ ആദ്യമായിട്ട് ഈ ട്രൂപ്പിൽ കയറി വരുന്ന ഒരാള്. അത് ശരി.